നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്തു, അതിന് അത്യാവശ്യം വേണ്ട സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു, നീറ്റ് എക്സാം എഴുതി, നീറ്റിൻ്റെ റാങ്ക് വന്നു എന്ന് വിചാരിച്ച് നമുക്കൊരു കോളേജിലും പ്രവേശനം കിട്ടുകയില്ല. അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് സംബന്ധിച്ച് നിരവധി പ്രോസസ്സുകൾ നമ്മൾ വേറെ ചെയ്യാനായിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കും ഉള്ളൊരു സംശയമാണ്, ഇപ്പം നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കീമിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും ജമ്മു കാശ്മീരിലും ഒക്കെ പ്രത്യേകം അപേക്ഷിക്കേണ്ടതായിട്ട് വരില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഓരോരോ സംസ്ഥാനങ്ങളിലെയും പലതരത്തിലുള്ള നിയമങ്ങളാണ്. ആ നിയമം സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക് പല സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്യാനുള്ള അർഹത ഉണ്ടാവും, എലിജിബിലിറ്റി ഉണ്ടാവും, നേറ്റിവിറ്റി ഉണ്ടാവും. ഡ്യുവൽ നേറ്റിവിറ്റി അംഗീകരിക്കാത്ത സ്റ്റേറ്റുകളുണ്ട്. തമിഴ്നാടുണ്ട്, പഞ്ചാബുണ്ട്. എയിംസും ജിപ്മറും ഒക്കെ എന്നുള്ളത് ഡൊമിസിൽ ഫ്രീ ആണ്. ഏത് സ്റ്റേറ്റിൽ ജനിച്ചു, ഏത് സ്റ്റേറ്റിൽ +2 പഠിച്ചു എന്നുള്ളതിന് യാതൊരു പ്രയോറിറ്റിയും ഇല്ല. അതെല്ലാം കോമൺ ആണ്. ഗവൺമെൻറ് സീറ്റിനാണ് പ്രത്യേകം അപ്ലൈ ചെയ്യേണ്ടതില്ല. സ്വകാര്യ കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം അപ്ലൈ ചെയ്യണം.